തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒളിച്ചോടുകയാണെന്ന് മാത്യു കുഴൽനാടൻ MLA. തന്റെ പരാമർശങ്ങൾ ജൽപ്പനങ്ങൾ എന്ന് പറയുന്നത് കണ്ണടച്ചിരുട്ടാക്കുന്ന പരിപാടിയാണ്. തെളിവുകൾ കോടതിയിലെത്തിക്കുമെന്നും മാത്യു കുഴൽനാടൻ MLA. കേവലം എന്തെങ്കിലും പറഞ്ഞ് ഉന്നയിച്ച വിഷയങ്ങളിൽ നിന്നും ഒളിച്ചോടാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. ചോദിച്ച ചോദ്യങ്ങൾക്ക്, ഉന്നയിച്ച കാര്യങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ അതാണ് അദ്ദേഹം പറയേണ്ടത്. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന് അദ്ദേഹം മുൻകൈയെടുത്ത് ചെയ്തു കൊടുത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്നലെ അല്ലെങ്കിൽ വസ്തുതകൾ പുറത്തുവിട്ടത്. അതിനോട് പ്രതികരിക്കാതെ ജൽപ്പനങ്ങളാണ് എന്ന് പറഞ്ഞ് അത് കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ്. കേരളത്തിലെ പൊതുസമൂഹത്തിന്, പൊതുജനങ്ങൾക്കിത് ബോധ്യമാകും. ഞാൻ പറഞ്ഞത് ജൽപ്പനങ്ങളാണോ, ഞാൻ പറഞ്ഞതിൽ സത്യമുണ്ടോ തെറ്റുണ്ടോ എന്ന് പറയാൻ കഴിയുന്നത് തോട്ടപ്പള്ളിയിലെ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്കും അവിടുത്തെ തീരദേശവാസികൾക്കുമാണ്. നിങ്ങൾ അവരോട് ചോദിക്കണം, മാത്യു കുഴൽനാടൻ പറഞ്ഞത് ജൽപ്പനങ്ങളാണോ അതോ യാഥാർത്ഥ്യത്തിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണോ ഉള്ളത് എന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകർ അതുകൂടി അന്വേഷിച്ച് കണ്ടെത്താൻ തയ്യാറാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്നെക്കൊണ്ട് കഴിയുന്ന മുഴുവൻ ക്ലാരിറ്റിയും ഈ വിഷയത്തിൽ വരുത്തുകയും കൊണ്ടുവരാൻ കഴിയുന്ന മുഴുവൻ തെളിവുകളും പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരികയും അത് കോടതിയിൽ എത്തിക്കുകയും ചെയ്യും. ബാക്കി നിയമ പോരാട്ടത്തിൻ്റെ വഴിയിലാണ്. അത് സ്വാഭാവികമായിട്ടും കോടതിയാണ് പിന്നീട് തീരുമാനിക്കേണ്ടത്. എനിക്ക് ശേഖരിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 1-2 കാര്യങ്ങൾ കൂടി വരും ദിവസങ്ങളിൽ പുറത്തു വരുന്നതായിരിക്കും. CMRLന്റെ മാസപ്പടിക്കുള്ള പ്രത്യുപകാരമാണ് തോട്ടപ്പള്ളി കരിമണൽ ഖനനം എന്നാണ് മാത്യു കുഴൽനാടൻ്റെ ആരോപണം. മനീഷ് മഹിപാൽ വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ, കുഴൽനാടൻ വിടാനുള്ള പരിപാടിയില്ല, പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് SKN. എന്താണെങ്കിലും ആലപ്പുഴയിൽ നവകേരള സദസ്സ് നടക്കുമ്പോൾ, അതിൻ്റെ പര്യടനം തുടരുമ്പോൾ കൊഴുക്കുന്നത് തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളുമാണ്. നിലവിൽ അവിടെ തീരദേശത്ത് ഈ ഖനനവിരുദ്ധ സമരസമിതി കുടുംബ സദസ്സുകളൊക്കെ തന്നെ ഏത് മണ്ഡലത്തിലാണോ അവിടെ ഈ നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്നത് അതിൻ്റെ തീരദേശ മേഖലകളിലൊക്കെ തന്നെ കുടുംബ സദസ്സുകൾ സംഘടിപ്പിക്കുകയാണ്. നിലവിൽ മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ആഴ്ച തോട്ടപ്പള്ളിയിലെത്തി കരിമണൽ ഖനന വിരുദ്ധ സമരസമിതിയുമായി അവിടുത്തെ ആളുകളുമായി സംസാരിച്ചിരുന്നു. ഈ ഖനന പ്രദേശമൊക്കെ തന്നെ സന്ദർശിച്ചിരുന്നു. അതിനുശേഷമാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചത്. അതായത് മാസപ്പടിക്കുള്ള പ്രത്യുപകാരമാണ്, അതിനുള്ള സേവനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ് അവിടെ ഖനനം തുടങ്ങിയത്. അത് KMRLന് വേണ്ടിയിട്ടുള്ളതാണ്, CMRLന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ കമ്പനിയിൽ നിന്നും പണം വാങ്ങാനുള്ള ഒരു ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ CMRL കമ്പനിയിൽ നിന്നും പണം വാങ്ങിയിട്ടുള്ളത്. അത് നിയമവിരുദ്ധമാണ്. ഒപ്പം തന്നെ ഈ CMRL കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും പണം വാങ്ങിയത് സംബന്ധിച്ച് വിജിലൻസിൽ പരാതി നൽകിയിട്ടും വിജിലൻസ് അതിൽ കേസെടുത്തിട്ടില്ല. ഇത് സംബന്ധിച്ച് കോടതിയെ സമീപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളായിരുന്നു അന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞത്. പക്ഷേ ഇതിനോട് ഇന്നലെ മുഖ്യമന്ത്രി പ്രതികരിച്ചത് CMRLനെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയെയും ചേർത്ത് വെച്ച് പറയുന്നത് വെറും ജൽപ്പനങ്ങളാണ്. ഒരു കഴമ്പുമില്ലാത്ത കാര്യങ്ങളിൽ മാത്യു കുഴൽനാടൻ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറയുന്നു എന്നായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി അതിന് മറുപടി നൽകിയത്. പക്ഷേ ഇതിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ തന്നെ തീരദേശത്തുള്ള ഖനനവിരുദ്ധ സമരസമിതി രംഗത്ത് വന്നിരുന്നു. മാത്യു കുഴൽനാടൻ പറയുന്നത് എന്ത് തരത്തിലുള്ള ജൽപ്പനമാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. തീരത്ത് നടക്കുന്നത് വലിയ ഖനനമാണത്, തീരെ ശോഷണമുണ്ടാക്കും. ഒരു തരത്തിലും പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന രീതിയിലല്ല, അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. തങ്ങളുടെ സമരം തുടരുമെന്നുള്ള ഉറച്ച നിലപാടിൽ ഖനനവിരുദ്ധ സമിതി ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. ഇപ്പോഴാണ് വീണ്ടും മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിക്ക് തക്ക മറുപടി പറയുന്നത്. മുഖ്യമന്ത്രി ഇരുട്ടിൽ തപ്പുകയാണ്. ഒപ്പം തന്നെ കൃത്യമായ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ കൃത്യമായ മറുപടി വേണം പറയാൻ. അല്ലാതെ ഇത്തരത്തിലുള്ള മറുപടികളല്ല അത് പറയേണ്ടത്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതെല്ലാം ബോധ്യമാകും. ഒപ്പം തന്നെ താൻ പറയുന്നത് ജൽപ്പനങ്ങളാണെങ്കിൽ അത് തീരദേശത്തുള്ള ആളുകൾക്കൊക്കെ തന്നെ മനസ്സിലാകും, അവരോട് ചോദിക്കണം. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്യു കുഴൽനാടൻ പറഞ്ഞു വെക്കുന്നത്, താൻ വെറും കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയല്ല, കൃത്യമായ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. അത് വരുന്ന ദിവസങ്ങളിൽ അത്തരം തെളിവുകൾ മുഖ്യമന്ത്രിക്ക് എതിരായ ഈ CMRL കമ്പനിയുമായി ചേർന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് കാര്യങ്ങളൊക്കെ തന്നെ പുറത്തുവിടും. അത് കോടതിയിൽ അത് ഹാജരാക്കുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് മാത്യു കുഴൽനാടൻ വ്യക്തമാക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു മനീഷ് മഹിപാൽ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.